അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ജുനിപ്പർ ഡിവൈസിൽ ലോഗിൻ ക്ലാസ് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ ലോഗിൻ ചെയ്യുന്നുണ്ട്. CLI എഡിറ്റ്. ഓക്കെ, അപ്പോൾ ലോഗിൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ലോഗിൻ ക്ലാസ്സാണ് ഒരു യൂസർക്ക് എന്തൊക്കെ പെർമിഷൻ കൊടുക്കണം എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം പ്രീ ഡിഫൈൻഡ് ആയിട്ട് കുറച്ച് ലോഗിൻ ക്ലാസ് ഓൾറെഡി നമ്മളൊരു ഡിവൈസിലുണ്ടാവും. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ലോഗിൻ ക്ലാസ് കസ്റ്റമൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു യൂസർക്ക് നമ്മൾ ഒരു വീക്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം, എത്ര ടൈം വർക്ക് ചെയ്യണം, ഏതൊക്കെ കമാൻഡ് റൺ ചെയ്യണം, ഏതൊക്കെ കമാൻഡ് റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ള പെർമിഷനാണ് ഒരു ലോഗിൻ ക്ലാസ്സിൽ സെറ്റ് ചെയ്യാൻ പോകണം. ഫസ്റ്റ് തന്നെ ലോഗിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എഡിറ്റ് സിസ്റ്റം ലോഗിൻ ക്ലാസ്. ഓക്കെ, ഇനി ക്ലാസ് നെയിം ഡിഫൈൻ ചെയ്യാം. ക്ലാസ് നെയിം ഞാൻ മൈ ക്ലാസ് എന്നാണ് കൊടുക്കുന്നത്. മൈ ക്ലാസ്. ഓക്കെ, മൈ ക്ലാസ് എന്ന് കൊടുത്ത് എൻ്റർ കൊടുത്ത്. ഓക്കെ, നമ്മൾ ലോഗിൻ ക്ലാസ്സിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഓരോ പെർമിഷൻ കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്കൊരു വീക്കിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം എന്നുള്ള പെർമിഷൻ കൊടുക്കാം. അപ്പം ഈ ലോഗിൻ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ സെറ്റ് അലോ ഡേയ്സ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം സൺഡേ ടു സാറ്റർഡേ. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെ ദിവസം വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഞാൻ നോർമലി ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ മൺഡേ ടു ഫ്രൈഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ. അപ്പോൾ ഇത്രയും ദിവസമാണ് ഈ യൂസർക്ക് ഈ ലോഗിൻ ക്ലാസ്സിന് നമ്മൾ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇനി ടൈം സെറ്റ് ആക്സസ് സ്റ്റാർട്ട്. ഓക്കെ, ആക്സസ് സ്റ്റാർട്ട്. ഇവിടെ നമുക്ക് ടൈം കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടൈം കൊടുക്കുന്നത് 10 മണിയാണ്. രാവിലെ 10 മുതൽ 10 മണിയാണ് സ്റ്റാർട്ട് കൊടുത്ത്. ഇനി സെറ്റ് ആക്സസ് എൻഡ്, എപ്പോഴാണ് എൻഡ് ആവേണ്ടതെന്നുള്ള. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഈവനിങ് ഞാനൊരു 4 മണി വരെ ടൈം കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈവനിങ് ഒരു 4 മണി വരെ ടൈം കൊടുത്ത്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ഈ യൂസർക്ക് അലോ കമാൻഡ്സ് ആണ്, അതായത് ഏതൊക്കെ കമാൻഡ്സ് അലോ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാനിവിടെ സെറ്റ് അലോ കമാൻഡ്സ് അവിടെ നമുക്ക് പിങ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പിങ് ഒരു ഓപ്പറേഷൻ മോഡ് കമാൻഡാണ്. അപ്പോൾ ഞാൻ പിങ് കൊടുത്ത്. ഇനി അതുപോലെ ഒരു ഡെനി കമാൻഡ്സ് കൊടുക്കണം, അതായത് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ യൂസർക്ക് നോർമലി നമുക്ക് ഡിവൈസ് റീബൂട്ട് ചെയ്യേണ്ട, ഡിവൈസ് പവർ ഓഫ് ചെയ്യേണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് എന്നുള്ള കമാൻഡ് ഡെനി ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഡെനി കമാൻഡ്സ്. ഓക്കെ, റിക്വസ്റ്റ് റിക്വസ്റ്റ്. ഇനി അതുപോലെ നമുക്ക് ഈ യൂസർക്ക് അടുത്തൊരു പെർമിഷൻ കൊടുക്കാം, അതായത് കോൺഫിഗർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് പെർമിഷൻസ്. ഓക്കെ, സെറ്റ് പെർമിഷൻസ് കോൺഫിഗർ. ഓക്കെ, എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒന്ന് ഷോ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളെ ലോഗിൻ ക്ലാസ്സിൻ്റെ കോൺഫിഗറേഷൻ ഫുള്ളായിട്ടുണ്ട്. നമ്മൾ കോൺഫിഗർ ചെയ്ത ഡീറ്റെയിൽസ് ഒന്ന് ഷോ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഷോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ലോഗിൻ ക്ലാസ്സിൻ്റെ പേര് മൈ ക്ലാസ് എന്നാണ്. ഈ ക്ലാസ്സിൽ വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തത് മൺഡേ ടു ഫ്രൈഡേ ആണ്.
പിന്നെ അതുപോലെ ഈ ക്ലാസ്സിൽ ഓരോ ദിവസവും രാവിലെ എത്ര മണി മുതൽ എത്ര ടൈം മുതൽ വർക്ക് ചെയ്യണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. രാവിലെ 10 മണിയാണ് വർക്കിംഗ് ടൈം കൊടുത്ത്. ഈവനിങ് എത്ര മണി വരെയാണെന്ന് വെച്ചാൽ ഈവനിങ് നമുക്കൊരു 4 മണി വരെ ടൈം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പെർമിഷൻസിൽ കോൺഫിഗർ ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷണൽ മോഡ് കമാൻഡായ നമുക്ക് കമാൻഡ്സ് അലോ ചെയ്തത് പിങ് അലോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ യൂസർക്ക് ഡിവൈസ് റീബൂട്ട് ചെയ്യേണ്ട, അതുപോലെ പവർ ഓഫ് ചെയ്യേണ്ട, അങ്ങനെയുള്ള കമാൻഡ്സ് ഒന്നും റൺ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ റിക്വസ്റ്റ് എന്നുള്ള, അതായത് ഡെനി കമാൻഡ്സിൽ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലോഗിൻ ക്ലാസ്സിലുള്ള കണ്ടൻസ്. അപ്പോൾ ഞാനിതൊന്ന് ജസ്റ്റ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ലോഗിൻ ക്ലാസ് ഏതൊക്കെ യൂസർക്ക് മേലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നോ അത്രയും ആ ഡിഫൈൻഡ് ആയ യൂസർക്കെല്ലാം ഈ ഒരു പെർമിഷനേ ഉണ്ടാവുള്ളൂ. ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇനി ഞാനിവിടെ നിന്ന് എക്സിറ്റ് അടിക്കുന്നുണ്ട്. എക്സിറ്റ്. ഇപ്പോൾ നമ്മളൊരു ലോഗിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത്, ഇതാണ് നമ്മുടെ ലോഗിൻ ക്ലാസ്. ഓക്കെ, മൈ ക്ലാസ് എന്നാണ്. ഈ ക്ലാസ്സിൻ്റെ അണ്ടറിലാണ് ഇത്രയും പെർമിഷൻസ് വരുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസ് നമുക്ക് ഏതൊക്കെ യൂസർക്ക് മേലെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നോ ആ യൂസർക്കെല്ലാം ഈ ഒരു പെർമിഷൻസേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഫസ്റ്റ് ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം സെറ്റ് സിസ്റ്റം ലോഗിൻ യൂസർ. ഇനി ഇവിടെ യൂസർ നെയിം കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസർ നെയിം ജസ്റ്റ് ആദി എന്ന് കൊടുക്കുന്നുണ്ട്. ആദി. ഓക്കെ, ആദി. അതുപോലെ ക്ലാസ്. ഇനി നമുക്ക് ക്ലാസ് ഡിഫൈൻ ചെയ്യണം ഈ യൂസർക്കുള്ള. അപ്പോൾ ക്ലാസ് ക്ലാസ് ഇനി ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് നോക്കാം ഇവിടെ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ കോൺഫിഗർ ചെയ്ത ക്ലാസ്. അപ്പോൾ ഈ കോൺഫിഗർ ചെയ്ത ക്ലാസ്സിലാണ് നമ്മളെ പെർമിഷൻസും കാര്യങ്ങളെല്ലാം ഉള്ളത്. പിന്നെ ഇവിടെ നോക്കിയാൽ കാണാം വേറെ കുറച്ച് ക്ലാസ്സുകൾ. ഇതൊക്കെ ജസ്റ്റ് ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ആണ്. ഓക്കെ, ഇതൊരു ഡിവൈസിൽ നോർമലി ഉണ്ടാകുന്ന പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഫസ്റ്റ് തന്നെ ഓപ്പറേറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പറേറ്റർക്കുള്ള പെർമിഷൻസ് ക്ലിയർ ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, റീസെറ്റ് ഉണ്ട്, അതുപോലെ ട്രേസ് ഉണ്ട്, വ്യൂ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഓപ്പറേറ്റർക്കുള്ള പെർമിഷൻസ്. പിന്നെ അതുപോലെ റീഡ് ഓൺലി എന്ന് പറഞ്ഞൊരു ക്ലാസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ റീഡ് ഓൺലിയിൽ കാണിക്കുന്ന പെർമിഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് വ്യൂ മാത്രമാണ്. പിന്നെ ഇവിടെ സൂപ്പർ യൂസർ എന്ന് കാണിക്കുന്നുണ്ട്. സൂപ്പർ യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ട് യൂസർ. ഓക്കെ, അപ്പോൾ ഈ സൂപ്പർ യൂസർ എന്ന് പറഞ്ഞാൽ സൂപ്പർ യൂസർക്കുള്ള പെർമിഷൻ ഓളാണ്. ഓക്കെ, ഈ സൂപ്പർ യൂസർക്ക് ഈ ഡിവൈസിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അതാണ് ഓൾ എന്നുള്ള പെർമിഷൻ കാണിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു അൺഓതറൈസ്ഡ് ഉണ്ട്. അൺഓതറൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്നും പറ്റില്ല, ഈ ഡിവൈസിൽ ഒരു പെർമിഷനും നമുക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ക്ലാസ്സസ് അല്ല, നമ്മൾ കസ്റ്റം ചെയ്ത ഈ മൈ ക്ലാസ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് മൈ ക്ലാസ്. ഓക്കെ, മൈ ക്ലാസ് എന്ന് കൊടുത്ത്, അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ യൂസർക്ക്, ഈ ആദി എന്ന് പറഞ്ഞ യൂസർക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള പെർമിഷൻസ് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇനി ഓതൻറ്റിക്കേഷൻ കൊടുക്കണം. ഓതൻറ്റിക്കേഷൻ നമ്മൾ പ്ലെയിൻ ടെസ്റ്റ് പാസ്വേഡ്. ഓക്കെ, ഞാൻ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ പാസ്വേഡ് കൊടുക്കുക ആദ്യം എന്ന് പറഞ്ഞ യൂസർക്കുള്ള. അപ്പോൾ ഞാനിവിടെ ഓക്കെ കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ഷോ സിസ്റ്റം ലോഗിൻ യൂസർ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ആദ്യം എന്ന് പറഞ്ഞ യൂസറെ കാണാം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ ലോഗിൻ ക്ലാസ് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം നമ്മുടെ മൈ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സും കാണാം. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഈ ആദ്യം എന്ന് പറഞ്ഞ യൂസർക്ക് ഡിഫൈൻ ചെയ്ത ക്ലാസ് ഇതാണ്. ഈ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ഒരു വീക്കിൽ ഏതൊക്കെ ദിവസം വർക്ക് ചെയ്യണം, ഒരു വീക്കിൽ ഓരോ ദിവസം എത്ര ടൈം വർക്ക് ചെയ്യണം, ഏതൊക്കെ കമാൻഡ് പെർമിറ്റ് ചെയ്യണം, ഏതൊക്കെ കമാൻഡ് ഡെനി ചെയ്യണം, ഓക്കെ, അങ്ങനെയുള്ളതൊക്കെ ഡിഫൈൻ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ആദ്യം എന്ന് പറഞ്ഞ യൂസർക്ക് ഇതിൽ ഡിഫൈൻ ചെയ്ത ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക്
ഈ ആദ്യം എന്ന് പറഞ്ഞ യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജുനിപ്പർ ഡിവൈസിൽ ലോഗിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഒരു യൂസർക്ക് ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നോർമലി നമ്മളൊരു ഓഫീസൊക്കെ ആണെങ്കിൽ അവിടെ പല ലെവലിലുള്ള സ്റ്റാഫ് ഉണ്ടാവും. ഇപ്പോൾ ടെക്നിക്കൽ ലെവലിലാണ് എൻട്രി ലെവലുണ്ടാവും, അതുപോലെ ഒരു മീഡിയം ലെവലുണ്ടാവും, പിന്നെ അതുപോലെ സീനിയർ ലെവലുണ്ടാവും. അപ്പോൾ എൻട്രി ലെവലിലുള്ള സ്റ്റാഫിനാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് വ്യൂ ചെയ്യാനുള്ള കമാൻഡ്സ് മാത്രം കൊടുക്കുക, അതായത് ജസ്റ്റ് വ്യൂ ചെയ്താൽ മതി എന്നുള്ള. അതുപോലെ ഈ മീഡിയം ലെവലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഇപ്പോൾ ഇൻ്റർഫേസ് മോണിറ്റർ ചെയ്യാനുള്ള, അതുപോലെ ലോഗ് ചെക്ക് ചെയ്യാനുള്ള ഈ വക കമാൻഡ്സ് കൊടുക്കുക. പിന്നെ അതുപോലെ നമുക്കൊരു സീനിയർ ലെവൽ സ്റ്റാഫിനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് ഫുൾ പെർമിഷൻ കൊടുക്കുക. അതായത് നമുക്ക് ആവശ്യമുള്ള പെർമിഷൻസ്, ഫുൾ പെർമിഷൻസ് അല്ല, നമുക്ക് ആവശ്യമുള്ള പെർമിഷൻസ് ഫുൾ പെർമിഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ പെർമിഷൻ ഇത് കൊടുത്താൽ മതി, സൂപ്പർ യൂസർ കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ക്ലാസ് കസ്റ്റമൈസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പെർമിഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട ഏതൊക്കെ പെർമിഷൻസ് ആണോ കൊടുക്കേണ്ടത് അതൊക്കെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് കോൺഫിഗർ ചെയ്യുക. എന്നിട്ട് ആ ക്ലാസ്സിനെ നമുക്കൊരു യൂസർക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജുനിപ്പറിലൊരു ലോഗിൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ക്ലാസ് ഒരു യൂസർക്ക് ഡിഫൈൻ ചെയ്യുന്നു.